അഭിഭാഷകർക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോടതി അഭിഭാഷകരുടെ സ്വകാര്യ സ്വത്തല്ലെന്നും ജുഡീഷ്യറിയുടെ അധികാരം അഭിഭാഷകർ എടുത്തണിയേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിരുവിട്ടാൽ സർക്കാർ ചെയ്യേണ്ടത് ചെയ്യുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. മറ്റ് സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടെങ്കിലേ പത്ര സ്വാതന്ത്ര്യം ഉണ്ടാകൂവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അഭിഭാഷകരുടെ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അഭിഭാഷകർ കോടതികളുടെ അധികാരികളല്ല. ജുഡീഷ്യറിക്കുള്ള അധികാരം അഭിഭാഷകർ എടുത്തണിയേണ്ടെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. അതിരുവിട്ടാൽ നിയമം പാലിക്കാൻ വേണ്ടത് സർക്കാർ ചെയ്യുമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അഭിഭാഷകർക്കുള്ള താക്കീതായി. കോടതി തങ്ങളുടെ സ്വകാര്യ സ്വത്താണെന്ന ധാരണ അഭിഭാഷകർക്ക് ഉണ്ടാവാൻ പാടില്ല. കോടതിയിൽ ആര് കയറണം, ആര് കയറണ്ട എന്നൊക്കെ കൽപ്പിക്കാൻ അഭിഭാഷകൻ അധികാരിയല്ല. കോടതി ഈ രാജ്യത്തിൻ്റെതാണ് എന്ന് ഓർമ്മിക്കണം. ആഗോളവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമ മേഖല കടുത്ത വെല്ലുവിളി നേരിടുകയാണ്. മറ്റു സ്വാതന്ത്ര്യങ്ങളില്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നിലനിൽപ്പില്ലെന്നും പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KV തോമസ് MP, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചതിൽ 10 അഭിഭാഷകർക്കെതിരെ കേസെടുത്തു. ബാർ അസോസിയേഷൻ സെക്രട്ടറി ആനയറ ഷാജി, രതിൻ, സുഭാഷ്, അരുൺ P. നായർ, LR രാഹുൽ എന്നിവർക്കെതിരെയും കണ്ടാലറിയാവുന്ന അഭിഭാഷകർക്കും എതിരെയാണ് കേസ്. സ്ത്രീകളെ അപമാനിച്ചതിനും ഇവർക്കെതിരെ കേസെടുത്തു. പീപ്പിൾ ഇംപാക്ട് ഹരിപ്പാട് മെഡിക്കൽ കോളേജിൽ വ്യാപക ക്രമക്കേടെന്ന് കണ്ടെത്തൽ. വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തു. ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 1.74 കോടി രൂപയുടെ കൺസൾട്ടൻസി കരാർ സ്വകാര്യ കമ്പനിക്ക് നൽകിയതിൽ വ്യാപകമായ അഴിമതിയുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ സാഹചര്യത്തിലാണ് വിജിലൻസ് FIR ഇട്ട് കേസെടുത്തത്. സർക്കാരിന് ലാഭമുണ്ടാകുന്ന കുറഞ്ഞ ചെലവിൽ 2 കമ്പനികൾ കരാർ നൽകിയെങ്കിലും ഹരിപ്പാട് MLA കൂടിയായ മുൻ ആഭ്യന്തരമന്ത്രി നേരിട്ടിടപെട്ടാണ് തന്റെ അടുപ്പക്കാർക്ക് കരാർ നൽകിയതെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഇതിലൂടെ കോടികളുടെ നഷ്ടം സർക്കാരിനുണ്ടായി. ഇതേ തുടർന്നാണ് വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ മറവിൽ വ്യാപകമായി അഴിമതി നടന്നു എന്ന പരാതിയെ തുടർന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. കേസന്വേഷണത്തിന്റെ ഭാഗമായി പരാതിക്കാരിൽ നിന്നും കരാറുകാരിൽ നിന്നും വിജിലൻസ് മൊഴിയെടുത്തു. ഈ മൊഴികളെല്ലാം തന്നെ മുൻ ആഭ്യന്തരമന്ത്രിക്കെതിരായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഇപ്പോൾ കേസെടുത്തത്. അന്വേഷണത്തിന്റെ ഭാഗമായി അടുത്ത ദിവസം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെയും വിജിലൻസ് ചോദ്യം ചെയ്യും. ആശുപത്രിയുടെ മറവിൽ സ്ഥലം ഏറ്റെടുത്തതിലും നിലവിലുള്ള നിയമങ്ങൾ കാറ്റിൽ പറത്തി ആലപ്പുഴ മെഡിക്കൽ കോളേജിന് സമീപം തന്നെ സർക്കാർ ചെലവിൽ സ്വകാര്യ ആശുപത്രി പണിതതിന് പിന്നിലും വ്യാപക അഴിമതി നടന്നു എന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഇത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും ആരോപണമുണ്ട്. വരും ദിവസങ്ങളിൽ ഇത്തരം കേസുകൾ കൂടി വിജിലൻസ് അന്വേഷിക്കും. മുൻ ആഭ്യന്തരമന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ നിയമോപദേശം തേടുകയാണ് വിജിലൻസ് ഇപ്പോൾ. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ആനക്കൊമ്പ് കേസിൽ നടൻ മോഹൻലാലിനും വനം മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമെതിരെ ത്വരിത പരിശോധന നടത്താൻ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ ആനക്കൊമ്പുകൾ വീട്ടിൽ സൂക്ഷിച്ചെന്ന പരാതിയിലാണ് മോഹൻലാലിനെതിരെ അന്വേഷണം. മോഹൻലാലിനെതിരായ നിയമ നടപടി അട്ടിമറിച്ചു എന്ന ആരോപണത്തിലാണ് മുൻമന്ത്രി തിരുവഞ്ചൂരിനെയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയത്. വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ വീട്ടിൽ ആനക്കൊമ്പ് സൂക്ഷിച്ചെന്ന പരാതിയിലാണ് അന്വേഷണം. നടൻ മോഹൻലാൽ, മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മോഹൻലാലിന് ആനക്കൊമ്പ് കൈമാറിയവർ ഉൾപ്പെടെ 4 പേർക്കെതിരെ ത്വരിത പരിശോധന നടത്താനാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. ഏലൂർ സ്വദേശി പൗലോസ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ത്വരിത പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത്. 2012 മോഹൻലാലിന്റെ വീട്ടിൽ പരിശോധന നടത്തിയ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ 4 ആനക്കൊമ്പുകൾ കണ്ടെത്തിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ആനക്കൊമ്പുകൾ വനം വകുപ്പിന് കൈമാറിയെങ്കിലും നിസാര പിഴ ഈടാക്കി മോഹൻലാലിന് തന്നെ വിട്ടുകൊടുത്തു. മോഹൻലാലിനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കാതിരുന്നത് സ്വജനപക്ഷപാതവും അഴിമതിയുമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. വനം മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു. ഹർജി പരിഗണിച്ച കോടതി വിശദമായ വാദം കേട്ട ശേഷമാണ് ത്വരിത പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത്. ഡിസംബർ 16-നകം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്നും വിജിലൻസ് ജഡ്ജി നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആനക്കൊമ്പ് കേസിൽ ത്വരിത പരിശോധന നടക്കട്ടെയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് വനമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ചതെന്നും തിരുവഞ്ചൂർ പ്രതികരിച്ചു. നിയമപരമായിട്ട് ഏത് കാര്യം നീങ്ങുന്നതിലും ഒരു കുഴപ്പമില്ല. ഞാനതിനെ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഒന്ന്, ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെല്ലാം നിയമം അനുശാസിക്കുന്ന രൂപത്തിൽ തന്നെയാണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട് 1972. ആ ആക്ടിന് വിധേയമായി എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടിയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റെക്കോർഡ്സുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അത് പരിശോധിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു എന്നുള്ളതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സത്യസ്ഥിതി ജനങ്ങളുടെ മധ്യത്തിൽ വരട്ടെ.
അതിനുള്ള സന്ദർഭം വരികയാണ്. അതുകൊണ്ട് അത് അന്വേഷണം നടത്തട്ടെ, പരിശോധന നടക്കട്ടെ. 46ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പാലക്കാട് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്തു. ഫിലിം സൊസൈറ്റി സംസ്കാരം തിരിച്ചു കൊണ്ടുവരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സിനിമാ രംഗത്തെ പ്രമുഖർ അണിനിരന്ന കലാവിരുന്നും അവാർഡ് വിതരണത്തോടനുബന്ധിച്ച് നടന്നു. പാലക്കാടൻ കലകളുടെ അവതരണത്തോടെയായിരുന്നു 46ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണ ചടങ്ങ് ആരംഭിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വർണ്ണക്കാഴ്ചകളിൽ അഭിരമിക്കുന്ന പ്രവണത സിനിമകളിൽ ഏറി വരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യത്തെ സിനിമ കൈവിടരുതെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. മണ്ണിന്റെ മണവും അതിൽ പണിയെടുക്കുന്ന മനുഷ്യന്റെ പച്ചയായ ജീവിതവും ആ ജീവിതത്തിലെ പൊള്ളിക്കുന്ന ദുരന്ത യാഥാർത്ഥ്യങ്ങളുമൊക്കെ സിനിമയുടെ പരിഗണനാ വിഷയങ്ങൾക്ക് പുറത്താവുന്നുണ്ടോ എന്നതാണ് ആ ഉത്കണ്ഠ. പൊള്ളിക്കുന്ന ജീവിത സത്യങ്ങളെ വിട്ട് ചില വർണ്ണക്കാഴ്ചകളിൽ അഭിരമിക്കുന്ന പ്രവണത ഒട്ടേറെ ഉയർന്നു വരുന്നുണ്ട്. ഇക്കാര്യം ചലച്ചിത്ര പ്രവർത്തകർ ചിന്തിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരം സംവിധായകൻ KG ജോർജിന് നൽകി മുഖ്യമന്ത്രി അവാർഡ് വിതരണ ചടങ്ങിന് തുടക്കമിട്ടു. മലയാള സിനിമാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. മധു, ഷീല, ശാരദ, ശ്രീകുമാരൻ തമ്പി, MK അർജുനൻ എന്നിവർ ആദരമേറ്റുവാങ്ങി. ഗോൾഡൻ റീൽ പുരസ്കാരം നേടിയ റസൂൽ പൂക്കുട്ടിയെയും ചടങ്ങിൽ ആദരിച്ചു. മികച്ച നടനുള്ള പുരസ്കാരം ദുൽഖർ സൽമാനും നടിക്കുള്ള പുരസ്കാരം പാർവതിയും മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. വിവിധ വിഭാഗങ്ങളിലായി 48 അവാർഡുകൾ വിതരണം ചെയ്തു. സാംസ്കാരിക മന്ത്രി AK ബാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, മന്ത്രിമാരായ E ചന്ദ്രശേഖരൻ, കടന്നപ്പള്ളി രാമേന്ദ്രൻ, മറ്റ് ജനപ്രതിനിധികൾ, സിനിമാ രംഗത്തെ പ്രമുഖർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തീവ്രവാദ കേസുകളിൽ അന്വേഷണ ഏജൻസികൾക്ക് അമിതാവേശമെന്ന് മുസ്ലിം ലീഗ്. അന്വേഷണ ഏജൻസികളെ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ അനുവദിക്കില്ല. ഇതു സംബന്ധിച്ച ആശങ്കകൾ മുഖ്യമന്ത്രിയെ കണ്ട് ധരിപ്പിക്കുമെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. തീവ്രവാദത്തിന് കാരണം മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന മതസംഘടനകളിലൊക്കെയാണ്, അവരുടെ പുസ്തകങ്ങളാണ്, അവരുടെ പഠനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഒരു അമിതാവേശം കാണിക്കലാണ്. ഇത് സംബന്ധിച്ച് കേരള പോലീസ് എടുക്കേണ്ട നിലപാടിനെ സംബന്ധിച്ച് ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്യും. തീവ്രവാദം ഉപയോഗിച്ച് ആടിനെ പറ്റിയ പെട്രോൾ ഡീസൽ വില കൂട്ടി. പെട്രോൾ ലിറ്റർ ₹1.34 ഡീസൽ ലിറ്ററിന് ₹2.37 കൂട്ടിയത്. പുതുക്കിയ നിരക്ക് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരും.